ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് MCQs സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ബെക്കറാണ്. സിമിലർ ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലുണ്ടാവും. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ CMA സീരീസിലെ ആദ്യത്തെ 2 വീഡിയോസും കൂടെ കണ്ടിട്ട് വരിക. ഞാൻ അതിൽ എൻ്റെ CMA ജേണി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ സെൽഫ് സ്റ്റഡിയിലൂടെ അത് ക്രാക്ക് ചെയ്തതെന്നും എന്തൊക്കെ മെത്തേഡ്സാണ് ഞാൻ യൂസ് ചെയ്തതെന്നും ഒക്കെ ഇൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സോ ആ 2 വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാം. കാര്യം ഇതൊരു കണ്ടിന്യൂഷനാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ സബ് സബ്ജക്റ്റായി ഡിവൈഡ് ചെയ്ത് പറഞ്ഞു പോവുകയാണ്. ഈ വീഡിയോസ് എല്ലാം സ്റ്റുഡൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാം വരുന്നത് കൊണ്ട് പ്രയോറിറ്റി ഇപ്പോൾ അവർക്കത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ജനറലൈസ് ചെയ്ത് വരുന്ന കുറേ ടോപ്പിക്സ്, കമൻസിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഇതിനൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും എക്സാം ഇപ്പോൾ സെപ്റ്റംബറിൽ വരുന്നത് കൊണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് MCQs പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇടാമെന്ന് കരുതുന്നത്. നമ്മളിപ്പം MCQs വെറുതെ പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അതിനൊരു ചിട്ടവട്ടങ്ങളില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്കോറിലോട്ട് നമ്മൾ എത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ വെറുതെ MCQs പ്രാക്ടീസ് ചെയ്യാതെ നോട്ട്സും കൂടെ വായിക്കണം. അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, എത്ര ഇൻ്റർവെൽസിലാണ് നമ്മൾ നോട്ട്സ് വായിക്കേണ്ടതെന്നുള്ള ഈ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. മുന്നത്തെ വീഡിയോ അതാണ്. സോ നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെയിൻ സോഫ്റ്റ്വെയർ കാണിക്കുന്നതിന് മുന്നേ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം കമൻസിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ ചോദ്യം, ബെക്കർ സോഫ്റ്റ്വെയർ തന്നെ വേണോ എന്നുള്ളതാണ്. അങ്ങനെ ബെക്കർ ഞാൻ നിങ്ങളിൽ ഇമ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാക്ടീസ് ചെയ്തോളൂ, പ്രശ്നമില്ല. ബെക്കർ കുറേ ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ ചൂസ് ചെയ്തത് ബെക്കർ എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഹോക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമാറ്റ് ആയതുകൊണ്ട് ടഫ് അല്ലാത്ത ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൽ ഫുൾ സ്കോർ എടുക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു 80 to 90 ഒക്കെ എത്തുന്ന രീതിയിൽ, ആ ഇമ്പ്രൂവ്മെൻറ്റ് എത്തുന്നവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക. ടഫ് ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി കണക്ട് ചെയ്തിട്ടോ അവരെ വഴി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 3 hour പ്രാക്ടീസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ കേട്ടിടത്തോളം ഗ്ലെമ്മ ഹോക്കിനെ കാട്ടി ടഫാണ്, എന്നാൽ ബെക്കറിൻ്റെ അത്ര ടഫുമല്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. മേ ബി ഗ്ലെമ്മ ഉള്ളവർക്ക് അങ്ങനെയും അതും ഒരു ഓപ്ഷനാണ്. സോ ബെക്കർ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതായതുകൊണ്ട് ഞാനത് നിങ്ങളിൽ അത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സോ ബെക്കർ സോഫ്റ്റ്വെയറിലെ സെറ്റിങ്സും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നതേ ഉള്ളൂ. ഈ സെറ്റിങ്സ് നിങ്ങളുടെ സോഫ്റ്റ്വെയറിലും ഉണ്ടാവും. സോ നിങ്ങളത് നോക്കുക, ഈ വക സെറ്റിങ്സ് ഒക്കെ അതിലുണ്ടോയെന്ന്. സോ ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വറീഡ് ആവേണ്ട. ഉള്ള സോഫ്റ്റ്വെയർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളിപ്പോൾ പഠിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത് കേട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെക്കറിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇതെങ്ങനെയാണ് വാങ്ങുന്നതെന്ന്. ഞാൻ വാങ്ങുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഡോളർ എമൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അന്നത്തെ ഡോളർ വാല്യൂ അനുസരിച്ചാണ് പേയ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കുറവായിരിക്കാം, 20,000 to 25K അങ്ങനെയൊക്കെ ആണ്. അപ്പം ആ എമൗണ്ട് മാറി ഇപ്പോൾ. പിന്നെ ഞാൻ അന്ന് വാങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് വഴി കണക്ട് ചെയ്തിട്ടോ അവരോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടോ അങ്ങനെ വാങ്ങാൻ നോക്കുക. കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അവർക്കൊരു ടൈപ്പ് ഉണ്ട് ഈ സോഫ്റ്റ്വെയർസായിട്ടേ. സോ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അവർക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ സോഫ്റ്റ്വെയർ കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യുക, കിട്ടുന്നവരങ്ങനെ വാങ്ങുക. സോ ഞാൻ അങ്ങനെയാണ് വാങ്ങിയത് തുടക്കകാലത്ത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കേട്ടൊരു ക്വസ്റ്റ്യൻ, ഞാനിങ്ങനെ 2-3 എഴുതി വെച്ചിട്ടോ. പിന്നെ കേട്ടത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു പോയ സബ്ജക്റ്റാണ് ഷോർട്ട് നോട്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾക്ക് നിർബന്ധമായ ഷോർട്ട് നോട്ട് ഉണ്ടാവണം MCQ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേന്ന്. സോ ഷോർട്ട് നോട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവരും ഉണ്ടെന്ന് കേട്ടോണ്ട് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുവാണെങ്കിൽ 3 hour നിങ്ങൾ ആ സിനിമ കാണുക അല്ലേ. അപ്പം ആ സിനിമ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളോടൊരു കഥ ചോദിച്ചാൽ നിങ്ങൾ ആ 3 hour കണ്ടത് അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അല്ലല്ലോ, നിങ്ങൾ അതിൻ്റെ ഒരു സമ്മറിയാണ് പറയുന്നത്, ആ കഥയുടെ ഒരു സാരാംശമാണ് പറയുന്നത് അല്ലേ. സോ സിമിലർ കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുമ്പോഴും. നമ്മളൊരു വീഡിയോ, ഇപ്പോൾ നമ്മളൊരു 1.5 hour വീഡിയോ കാണുവാണ്, നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് വീഡിയോ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സമ്മറി പാർട്ട് ഉൾക്കൊള്ളാൻ ട്രൈ ചെയ്യുക.
അതനുസരിച്ച് ഇപ്പോൾ ആ 1 hour കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ എന്താ ഇതിൽ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3-4 സെൻറ്റൻസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. വിഷ്വലൈസ് ചെയ്യുക ഒരു വീഡിയോസ്. ഇപ്പം ഓരോ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് വീഡിയോസ് കാണുമ്പോൾ ഒരു കമ്പനിയിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഞാൻ കേട്ടത് മെറ്റീരിയൽസ് എങ്ങനെയാണ് കളക്ട് ചെയ്തതെന്നാണ്. മെയിനായിട്ട് നമ്മൾ CMA പഠിക്കുമ്പോൾ തന്നെ CMA പഠിക്കുന്ന കുറേ ആസ്പിറൻസുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർ വാങ്ങുന്ന മെറ്റീരിയൽസ് നമുക്ക് ഷെയർ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ എല്ലാ മെറ്റീരിയലൊന്നും ഒരാൾക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരെണ്ണം വാങ്ങാം, ബാക്കി എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കണക്ഷൻസിലൂടെ നമുക്കത് കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. സോ അങ്ങനെ ചെയ്യുക. അത് മാത്രമേ, അല്ലാതെ എല്ലാ മെറ്റീരിയലും വാങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ കണക്ഷൻസ് യൂസ് ചെയ്യുക, നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ ഐഡിയാസും കുറേ കൂടെ മെറ്റീരിയൽസും എന്തൊക്കെയുണ്ട് ഈ ഫീൽഡിൽ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ. പിന്നെ ഈയിടെ കേട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഗ്രാജുവേഷനിൽ ഇപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ സ്റ്റുഡൻസിനോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താ പറയുക ഡിഗ്രിക്ക് കയറുന്നതിന് പകരം ഇഗ്നോയിൽ ഡിഗ്രി രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നേരെ CMA പഠിച്ചു തുടങ്ങുമോ, CMA ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങും എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അത് ഒരു കമൻസിൽ വന്ന ക്വസ്റ്റ്യനാണ്. അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം ആയതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്നും വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഞാൻ കണ്ടുവന്ന എന്താ പറയുക കമ്പനികളിലും നമ്മൾ ഒരിക്കലും ഗ്രാജുവേഷൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇഗ്നോയിൽ ചെയ്യരുതെന്ന് പറയാൻ കാരണം, ഇഗ്നോയിൽ ഞാൻ MCOM ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഇഗ്നോയിൽ MCOM എടുത്തതാണ്. കാര്യം എനിക്ക് ജസ്റ്റ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ മതി എന്നുള്ളൊരു ലാഘവത്തോടെ ചെയ്ത സമയത്ത് എക്സാം ടഫാണെന്ന് ചോദിച്ചാൽ എക്സാം ടഫൊന്നുമല്ല. പക്ഷേ എങ്കിലും അവർ വളരെ മാർക്ക് കുറച്ചിടും. എന്നിട്ട് റീവാലുവേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 10-20 മാർക്കൊക്കെയാണ് കൂടുതൽ വരുന്നത്. അതായത് ഒരു പേപ്പർ റീവാല്യൂ ചെയ്യുന്നതിന് 1000 രൂപ വെച്ച് ഇഗ്നോ വാങ്ങുകയും ചെയ്യും. ഈ ഒരു പ്രശ്നം ഇഗ്നോ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിക്കും മാർക്ക് അത്രയും ഉണ്ട്. എന്തിനാണ് അവരത് കുറച്ചിടുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ റീവാലുവേഷൻ ചെയ്ത് പൈസ കളക്ട് ചെയ്യാനായിരിക്കും. സോ ഇഗ്നോയിൽ ഡിസ്റ്റൻ്റായിട്ട് കോഴ്സ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമില്ല. എന്തായാലും അത് ചെയ്യാണ്ടിരിക്കുക. ഇനി പെട്ടുപോയവർ കംപ്ലീറ്റ് വേറെ കോഴ്സ് ഇനി അതിൽ എടുക്കാതിരിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ വെറുതെ ഒരു ഡിഗ്രി അല്ല. നമ്മൾ കോളേജിൽ പോയി തന്നെ ചെയ്യുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാറുമാർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അവരുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞ് ഇറങ്ങുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറും. നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ്, നമുക്ക് കിട്ടുന്ന ടീച്ചേഴ്സ്, നമുക്ക് കിട്ടുന്ന നോളജ്, പല ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന കോൺഫിഡൻസ്, ഇതൊക്കെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ ആവശ്യമാണ് ഇതെല്ലാം. സോ ഒരിക്കലും നിങ്ങൾ ഡിഗ്രി ഡിസ്റ്റൻ്റായിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഈ CMAയുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ പാസ്സായാലും CMAയുടെ സർട്ടിഫിക്കറ്റ് ഒടുവിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും വേണം, 2 year എക്സ്പീരിയൻസും വേണം, അല്ലേ? ഫ്രഷറായിരിക്കവേ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം അവരെന്താ നോക്കുക? നിങ്ങളുടെ മാർക്സ് നോക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേറെ സ്കിൽ സെറ്റ് ഉണ്ടോ നോക്കും. അതായത് നിങ്ങൾക്ക് വല്ല എക്സൽ കോഴ്സോ പവർ BI കോഴ്സോ എന്തെങ്കിലും എക്സ്ട്രാ സ്കിൽ വൈസ് എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടോ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ CMA ഉണ്ടെങ്കിൽ നല്ലത്, അതുണ്ടോ എന്ന് നോക്കും. പക്ഷെ ഉണ്ടെങ്കിൽ അത് CMAയുടെ ജസ്റ്റ് പാസ് മാർക്ക് ആ ഒരു സംഭവമല്ലേ ഉള്ളൂ, ഒരു ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. കാര്യം ഫസ്റ്റ് നിങ്ങൾ ഫ്രഷറാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എടുത്ത് 2 year കിട്ടിയാലേ നിങ്ങൾക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, അല്ലേ? സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാജുവേഷൻ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇനിഷ്യൽ കമ്പനിയിൽ കയറാൻ ഗ്രാജുവേഷൻ്റെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയിൽ മാർക്ക് എന്തായാലും കുറവായിരിക്കും നിങ്ങൾ നോർമലി ചെയ്യുന്ന ഡിഗ്രിയിൽ നിന്നും. ഇപ്പോൾ ഞാൻ കേട്ടു 3 year to 4 year ആയി ഇപ്പം ഗ്രാജുവേഷൻ എന്ന്. പക്ഷേ 3 year വെച്ച് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാമെന്നും തോന്നുന്നു. ഗ്രാജുവേഷൻ 4 year എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ കിട്ടും. അങ്ങനെ എന്തോ ഒരു സ്കീമാണത്. ഡീറ്റെയിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുക. അല്ലാതെ ആദ്യമേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുന്നത് കേട്ട് അങ്ങ് കയറി ഗ്രാജുവേഷൻ നിങ്ങൾ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം 3 വർഷം ഡിഗ്രി എടുക്കുക, അത് കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്യുക. അപ്പോൾ ഈ കാലയളവിൽ നിങ്ങൾ CMA ഡിസ്റ്റൻ്റ് നിങ്ങൾ സ്വന്തമായി നിങ്ങൾ പഠിച്ച് പാസ്സാവുന്ന ഒരു കോഴ്സേ ഉള്ളൂ ഇതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കോളേജ് ലൈഫും സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ BCOമിൽ ഇപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. BCOM പഠിക്കുമ്പോൾ തന്നെ BCOമിലെ കുറേ കോൺസെപ്റ്റ്സ് തന്നെയാണ് CMAയുടെ ക്വസ്റ്റ്യൻസിന് വരുന്നത്. സോ മേ ബി നിങ്ങൾക്ക് ഡിഗ്രി ചെയ്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു എന്താ പറയുക കഴിവാണ്, നമ്മുടെ ഒരു
ഫോക്കസ് പോലെ ഇരിക്കും, കൺസിസ്റ്റൻസി പോലെ ഇരിക്കും നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കവേ CMA ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് 2 ഇയർ ജോലിക്ക് കയറുമ്പോൾ ആ 2 ഇയർ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ CMA ചെയ്യാം. മനസ്സിലായില്ലേ? നമ്മൾ എത്ര ഫോക്കസ്ഡ് ആണ്, നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആണ്, അതുപോലെ ഇരിക്കും. സോ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക എന്താ വേണ്ടതെന്ന്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് നിങ്ങൾ പോവുക, ജോലിക്ക് നിങ്ങൾ കയറുക, പാരലലി നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളൂ. പേഴ്സണലി ഞാൻ ആരോടും ഗ്രാജുവേഷൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് കോഴ്സ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം അതിൻ്റെതായ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾക്കിത് ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് പോവാണ്. ഞാനിപ്പോൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബെക്കർ സോഫ്റ്റ്വെയർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ ഉണ്ടാവുക. ഇതിൽ കുറേ ട്രാക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്, കോഴ്സ് അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഞാനതൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഡയറക്റ്റ് എന്ത് ചെയ്യും, പ്രാക്ടീസ് ടെസ്റ്റിലോട്ട് പോകും. പ്രാക്ടീസ് ടെസ്റ്റിലോട്ട് പോയിട്ട് ക്രിയേറ്റ് ന്യൂ ടെസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ സെക്ഷൻ ബൈ സെക്ഷൻ ആണല്ലോ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, സെക്ഷൻ എയുടെ നോട്ട്സ് ആണെങ്കിൽ അത് വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സെക്ഷൻ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തിട്ട് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ എക്സാം മോഡിയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്, അതുപോലെ ഇവിടെ എക്സാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് എക്സാം മോഡ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സാം ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് മോഡ് എന്തായിരിക്കണം, റാൻഡം ആയിരിക്കണം. എപ്പോഴും ഇത് റാൻഡം തന്നെ ചൂസ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് ഓൾ ഇവിടെ കൊടുക്കാം. അതായത് അൺആൻസർഡും ഇൻകറക്റ്റും കറക്റ്റും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരില്ലല്ലോ ഫസ്റ്റ് ഇനിഷ്യൽ പ്രാക്ടീസിൽ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാം ഓൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ വന്നിട്ട് സെക്ഷൻ എന്ത് ചെയ്യണം, സെക്ഷൻ എ, ഇപ്പോൾ ഏതാ സെക്ഷൻ നിങ്ങൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ സെക്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു എസ്സേ എങ്കിലും ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് മാത്രം ഇവിടെ ഒരു എസ്സേ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുക. സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് സാധാരണ എക്സാമിനാണെങ്കിൽ എന്താണ്, ടൈമർ ഉണ്ടാവും. പക്ഷേ ബെക്കർ സോഫ്റ്റ്വെയറിൽ അവർ ടൈമർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടെസ്റ്റ് ഉടനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണിൽ എന്ത് ചെയ്യാം, ടൈമർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ട്രാക്ക് ചെയ്യാം. 3 അവർ സെറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യാം. ഓക്കെ, 35 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു 1 അവറിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട ഒരു ലേഔട്ടില്ലേ, ഇതേ ഫോർമാറ്റ് തന്നെയായിരിക്കും എക്സാമിന്. പിന്നെ ഇവിടെ ഒരു ടൈമറും കൂടെ വരും. ഞാൻ പറഞ്ഞില്ല, അതൊരു ഇവിടുത്തെ മിസ്സിംഗ് പാർട്ടാണ്. ടൈമറും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി ഈ സ്ക്രീൻ ഇതുപോലെ തന്നെയായിരിക്കും, ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് വരിക. ഓക്കെ, ഇതേ സ്ക്രീൻ ആയിരിക്കും, ഇതേ കളർ ലേഔട്ട് വരെ ഇങ്ങനെ തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പം നമ്മളിപ്പോൾ നോക്കുക, വർക്ക് ഇതിൽ എന്ത് ചെയ്യാനുണ്ട്, ഇതിലിപ്പോൾ എന്താ, കാൽക്കുലേറ്റർ ഉണ്ട്, ടൈം വാല്യൂ ടേബിൾസ് ഉണ്ട്. ടൈം വാല്യൂ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസിന് അറിയാലോ ടൈം വാല്യൂ ടേബിളിന്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ പ്രസന്റ് വാല്യൂ ഉണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ഫ്യൂച്ചർ വാല്യൂ വരും, അതുപോലെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി വരും, പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി വരും. അപ്പം നമുക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വാല്യൂ വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. നമുക്കത് കണ്ടുപിടിക്കാം ഏതാ അതിൻ്റെ അഗെയിൻസ്റ്റ് നമ്പർ എന്നുള്ളത്, റേറ്റിന് അഗെയിൻസ്റ്റ് ഉള്ള നമ്പർ നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഇത് എക്സാമിനും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ടേബിൾ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ടൈം വാല്യൂ ടേബിൾ എപ്പോഴും എക്സാമിന് കാണും. അതുപോലെ ഇവിടെ ഒരു കാൽക്കുലേറ്റർ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ കാൽക്കുലേറ്റർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. കാര്യം നമ്മൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നതാണ് നല്ലത്. സയന്റിഫിക് കാൽക്കുലേറ്റർ അലോഡ് അല്ല, അല്ലാതെ നോർമൽ കാൽക്കുലേറ്റർ അലോഡ് ആണ്. അപ്പം കാൽക്കുലേറ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും സ്പീഡായിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ. നമ്മൾക്ക് കാൽക്കുലേറ്റർ വെച്ചാണ് ഹെൽപ്ഫുൾ ആവുക. ഈ കാൽക്കുലേറ്റർ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാം അറ്റൻഡ്, ഇപ്പം നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടി, നിങ്ങളിപ്പോൾ ആൻസർ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എന്താവും, ഈ ഗ്രീൻ വന്ന ഐക്കൺ എന്താവും, ബ്ലാക്ക് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടിച്ചു വീണ്ടും നമ്മൾ ഏതെങ്കിലും റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഈ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താവും, ഈ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഈ ഗ്രീൻ എന്ന് പറഞ്ഞ കളറിങ് മാറി എന്താവും, ബ്ലാക്ക് ആവും അല്ലേ. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നില്ല, പകരം ഞാൻ നെക്സ്റ്റ് അടിച്ചു, എന്താ സംഭവിക്കുക, അത് ആ ഗ്രീൻ കളർ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് ഞാൻ ആൻസർ ചെയ്തു. ഓക്കെ, കണ്ടോ, ആ ഗ്രീൻ കളർ നമ്മൾ മുന്നേ ആൻസർ ചൂസ് ചെയ്യാത്തത് എന്താവും, ഗ്രീൻ കളർ എന്താവും, അതുപോലെ ഉണ്ടാവും.
അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞുകൂടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, പക്ഷെ ഞാൻ ഇതിലേതെങ്കിലും ഓപ്ഷൻ ജസ്റ്റ് ചൂസ് ചെയ്ത് വെച്ചു. കാര്യം ചിലപ്പോൾ ഞാൻ ആ 3 ഹവറിനുള്ളിൽ എനിക്കിത് റീവിസിറ്റ് ചെയ്യാനുള്ള സമയമില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഫ്ലാഗ് ചെയ്തിടണം. ഇത് ഫ്ലാഗ് ചെയ്തിടുമ്പോൾ എന്ത് സംഭവിക്കും, ബ്ലാക്കിൽ ഫ്ലാഗ് ഓപ്ഷൻസ് വരും. ഫ്ലാഗ് ഓപ്ഷൻ, ഈ ഫ്ലാഗ് സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലാഗ് സിമ്പിൾ കാണുമ്പോൾ നമുക്ക് എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ കിട്ടുവാണെങ്കിൽ, സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാൻ പറ്റും. കാര്യം ഈ ഫ്ലാഗ് സിമ്പിൾ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അതേസമയം നിങ്ങൾ ഇവിടെ ഗ്രീൻ ആണ് കൊടുക്കുന്നതെങ്കിലുള്ള പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടായെന്നേ വരത്തില്ല ഒന്ന് ജസ്റ്റ് നോക്കി ഒരു ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പോലും. സോ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആൻസർ എന്തെങ്കിലും ഒരു തരത്തിലും ആൻസർ കിട്ടുന്നില്ല എന്നാണെങ്കിൽ റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഫ്ലാഗ് ചെയ്തിടണം. കണ്ടോ, ഫ്ലാഗ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ്. ഇവിടെ ഫ്ലാഗ് ചെയ്തിടണം. ഫ്ലാഗ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ആ ഫ്ലാഗ് സിമ്പിൾ പോകും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫ്ലാഗ് വരുന്നത്. വീണ്ടും നമ്മൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഫ്ലാഗ് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഫ്ലാഗ് ചെയ്തിടുക, അപ്പോൾ പിന്നെ റീവിസിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പം ഫ്ലാഗ് ചെയ്തിട്ടിട്ട് റീവിസിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. എങ്ങാനും നിങ്ങൾക്ക് അവസാനം സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് എസ്സേ സ്ക്രീൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. ഇപ്പം നമ്മൾ ലൈവ് എക്സാം, അതായത് നമ്മുടെ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ MCQs 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് എസ്സേ സെക്ഷനിലോട്ട് പോവുള്ളൂ. ഇതിപ്പോൾ പ്രാക്ടീസ് സെക്ഷനിലായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എസ്സേ സെക്ഷനിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് 100 MCQs 50 ക്വസ്റ്റ്യൻസ്, മാർക്കല്ല അവിടെ 50 ക്വസ്റ്റ്യൻസ്, 50% അല്ല, 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവുമ്പോൾ മാത്രമേ എസ്സേ വിൻഡോ ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ടാർഗറ്റ് എപ്പോഴും ഒരു 50 ക്വസ്റ്റ്യൻസ് മിനിമം കറക്റ്റ് ആവണമെന്നാണ്. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. കാര്യം 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ചെയ്താലും എന്താ പറയുക, നല്ല വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങൾ കറക്റ്റായി പോകുന്നെങ്കിൽ ഈവൻ ദ എസ്സേ ക്വസ്റ്റ്യൻ ഓപ്പൺ ആയാൽ പോലും നിങ്ങൾ പാസ് ആവണമെന്നില്ല. സോ മെജോറിറ്റി നിങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്ന് മാത്രമല്ല കറക്റ്റായി എടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ 100ാമത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ വന്നു ഇവിടെ. ഞാൻ ഇനി ഇതിവിടെ ഫിനിഷ് ടെസ്റ്റ് ആണ്. ഫിനിഷ് ടെസ്റ്റ് നമ്മളിപ്പോൾ ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫിനിഷ് ടെസ്റ്റ് കൊടുക്കരുത്. പക്ഷെ നമ്മുടെ മെയിൻ എക്സാമിന് നമ്മൾ MCQ കഴിഞ്ഞ ഉടനെ ഫിനിഷ് ടെസ്റ്റാണ് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ നെക്സ്റ്റ് അടിക്കുന്നത്. നെക്സ്റ്റ് അടിക്കുമ്പം ഡയറക്റ്റ് എസ്സേ വിൻഡോയിലോട്ട് പോകും. ഓക്കെ, അപ്പം മെയിൻ എക്സാമിന് എങ്ങനെയാണ് ഫിനിഷ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ MCQ ക്ലിയർ ആയോ ഇല്ലയോ എന്ന് പറയുമ്പം അത് 50 MCQs ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് എസ്സേ സെക്ഷനിലോട്ട് പോകും. ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് എന്താ നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ എസ്സേ ഓപ്പൺ ആവും. ബെക്കറിൽ അങ്ങനെ ഒരു ട്രാക്കിംഗ് സംഭവം ഇല്ല. കാര്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുവാണല്ലോ. 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയോ എങ്കിൽ മാത്രം നെക്സ്റ്റ്, അത് മോക്കിലാണ് അങ്ങനെ വരുന്നത്. ഇത് പ്രാക്ടീസ് മോഡ്, എക്സാം മോഡ് ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് അടിച്ച് അടുത്ത എസ്സേ സെക്ഷനിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി എസ്സേ എങ്ങനെയാണ് കാണുന്നത്, ഇത് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എസ്സേ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ഹിയർ ടു വ്യൂ എസ്സേ സെനാരിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ എസ്സേ ഉണ്ടാവും, ഇപ്പുറത്ത് ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പം നമുക്ക് എസ്സേ വായിക്കാം, പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് എക്സാമിന് വരുന്നത് കേട്ടോ. സൈഡിൽ ഇതുപോലെ എസ്സേ ഉണ്ടാവും, നമുക്കിത് വായിക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. സോ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ബുക്കിന്റെ ഒരു പേജ് ഇങ്ങനെ തുറന്നു വെക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്കിത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലും ടൈം വാല്യൂ ടേബിൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാൽക്കുലേറ്ററിന്റെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇതിലിപ്പോൾ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ ഒരു എസ്സേ സെനാരിയോക്ക്. അങ്ങനെയല്ല, ഒരു മിനിമം 8 to 16 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കിട്ടുന്ന എസ്സേയും ആ എസ്സേയുടെ വെയിറ്റേജ് പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, പക്ഷെ 1 hour നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ എന്ന് ഓർക്കണം. എസ്സേക്ക് നമുക്ക് കറക്റ്റ് 1 hour ഉള്ളൂ. ആ 1 hour നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണോ ഉള്ളത് അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഫിനിഷ് ടെസ്റ്റ് കൊടുക്കാം. ഇങ്ങനെ
അങ്ങനെ ഫിനിഷ് ടെസ്റ്റ് കൊടുത്തു കഴിയുമ്പം ഇതുപോലെ നമുക്ക് ഓരോരോ നമ്മുടെ MCQ റിവ്യൂവിനുള്ള പേജായി നമുക്ക് ഓരോരോ എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആക്കിയിട്ട് അത് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഇത് തെറ്റി, ഇത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റി എന്ന് അറിയാൻ പറ്റും. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയെന്ന് അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്നും അറിയാൻ പറ്റും. എക്സ്പ്ലനേഷൻസ് അവിടെ ഉണ്ടാവും. സോ അത് നമുക്ക് നോക്കി റിവ്യൂ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ നമുക്ക് 100 MCQs ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് നമുക്കത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാരലലി നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂ ഇൻസൈറ്റ്സ്, അതായത് പുതിയ നോളജ് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ലീവ് റിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സെറ്റ് ഓഫ് MCQs എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ടൈം എത്ര നമ്മൾ സ്പെൻഡ് ചെയ്തെന്നും നമ്മൾ ഏത് മോഡ് ചൂസ് ചെയ്യുന്നു, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ 102 കിടക്കുന്നത് ആ 2 ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് 102 കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ എത്ര കറക്റ്റ് ആയെന്നും എത്ര ഇൻകറക്റ്റ് ആയെന്നും എത്ര അൺആൻസേർഡ് ആയെന്നും എത്ര സ്കോർ ആണ് നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്തതെന്നും ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ പ്രാക്ടീസ് ചെയ്തതല്ലേ. ഇനി വീണ്ടും പ്രാക്ടീസ് ടെസ്റ്റിൽ പോവാം. അപ്പൊ എല്ലാ സെക്ഷനും പ്രാക്ടീസ് ചെയ്ത് ഒരു സെറ്റ് വീതമെങ്കിലും, ഒരു 100 MCQs വീതമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ നോളജ് എല്ലാം ഒന്നേന്ന് വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ക്രിയേറ്റ് ന്യൂ ടെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ എല്ലാ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക, ഓൾ കൊടുക്കുക. ഓൾ കൊടുത്തിട്ട് ഇതിൽ വേണേൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്യാം. കാര്യം കറക്റ്റ് ആയിട്ടുള്ളത് വീണ്ടും 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 അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് മാറ്റുക, പകരം ഇൻകറക്റ്റ് അൺആൻസേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ സെക്ഷനും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കണം. സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാ സെക്ഷനിൽ നിന്നുള്ള ക്ലബ് ചെയ്തായിരിക്കും ഇപ്പൊ വന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ 100 MCQs ഉണ്ട്. ആ 100 MCQs നമുക്ക് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഫ്ലാഗ് ചെയ്യണമെന്നുള്ളത് വേണേൽ ഫ്ലാഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സോ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിലിപ്പോ ഞാൻ കാണിക്കാം. വീണ്ടും ഞാൻ ജസ്റ്റ് 100ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് essay കാണിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, മൊത്തം 100 MCQs 3 hours സെറ്റ് ചെയ്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് അടിക്കണം. നെക്സ്റ്റ് അടിക്കുമ്പോൾ essay വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് ക്ലിക്ക് ഹിയർ ടു essay scenario. അപ്പൊ essay ഇപ്പുറത്തുണ്ടാവും. ഇപ്പുറത്ത് നിങ്ങൾക്ക് എന്താ ഈ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ചുള്ള നോക്കുക, ആൻസർ ചെയ്യുക, അങ്ങനെ പോവാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞ പോലെ ലൈവ്, അതായത് നമ്മുടെ മെയിൻ എക്സാമിൽ ഡയറക്റ്റ് essay കാണിക്കത്തില്ല. കാര്യം നമ്മൾ 50 MCQs കറക്റ്റ് ആയാൽ മാത്രമേ ഈ വിൻഡോ ഓപ്പൺ ആവുള്ളൂ. അഥവാ ഓപ്പൺ ആയാൽ essay വിൻഡോ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് സൈഡിൽ essay ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഇപ്പുറത്തെ ആൻസർ ചെയ്യാൻ പറ്റും. സോ അപ്പൊ അത്രയേ ഉള്ളൂ. ഫിനിഷ് കൊടുക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഓരോരോ ക്വസ്റ്റ്യൻസ് എടുക്കാം, റിവ്യൂ ചെയ്യാം, നിങ്ങളുടെ ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ എല്ലാ സെക്ഷൻസും ഒരു പ്രാവശ്യം 100 MCQs വെച്ച് അറ്റൻഡ് ചെയ്ത് ഒരു സെറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നിങ്ങൾ എല്ലാ സെക്ഷൻസും ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. നേരത്തെ കാണിച്ചില്ല, എല്ലാ സെക്ഷൻസും ചൂസ് ചെയ്തിട്ട് എക്സാം മോഡിൽ റാൻഡം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. കാര്യം ഏറ്റവും കൂടുതൽ എല്ലാ സെക്ഷനും ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പർട്ടിക്കുലർ സെക്ഷനിൽ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് എക്സാം റാൻഡം, ഓൾ സെക്ഷൻസ്, അൺആൻസർഡ്, ഇൻകറക്റ്റ്, ഇങ്ങനെയായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എല്ലാ സെക്ഷനിൽ നിന്നുള്ള എല്ലാ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പം ബെക്കറിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഏകദേശം ഇത്രയും MCQs ആണ് അവൈലബിൾ. ഏകദേശം 2000 MCQs ആണ് അവൈലബിൾ. അപ്പം ആ 2000 MCQs പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇതിപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ എത്ര MCQs ഉണ്ടോ അത് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, 2000 എന്ന് പറയുമ്പോൾ എത്രയാ, ഒരു 20 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ 20 ദിവസം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഫ്റ്റ്വെയറിലെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത്രയും നോളജ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു 20 ദിവസമെങ്കിലും നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് തോന്നും. ഇപ്പൊ ഞാൻ കാണിച്ചില്ല, ഇതേ ലേഔട്ടും ഇതേ സ്ക്രീനും ഇതേ കളർ പാറ്റേൺ ഒക്കെയാണ് എക്സാമിന്. അപ്പം മാക്സിമം നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ നല്ല സ്കോർ ഉണ്ടാവും, സ്കോർ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എക്സാമിന് മുന്നേ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ.
സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് MCQs പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. MCQs പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നോട്ട്സ് വായിക്കുക. നോട്ട്സ് വായിച്ചിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അത് എപ്പോഴും ഓർമ്മയുണ്ടാവുക, അല്ലാതെ വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ സീരീസ് ഇങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങളുടെ ആ കമൻസ് പ്രകാരമായിരിക്കും എൻ്റെ അടുത്തടുത്ത വീഡിയോസ്. ഞാൻ കുറച്ചും കൂടെ ഫ്രീക്വൻസി കൂട്ടി പെട്ടെന്ന് വീഡിയോസ് ഇടാൻ നോക്കാം. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.